പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 100 വർഷം ഇക്കഴിഞ്ഞ ഒക്ടോബർ 17 തികഞ്ഞിരിക്കുകയാണ്. 1920 ഒക്ടോബർ 17 തർക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ ഘടകം രൂപീകരിച്ചത്. ഒക്ടോബർ വിപ്ലവം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ആവേശം കൊള്ളിപ്പിച്ചു. അവരിൽ ഒരു ചെറിയ വിഭാഗം റഷ്യയിലെത്തി ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നേതാക്കന്മാരെ കണ്ടു, ലെനിനെയും കണ്ടു. അതിനുശേഷം അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങും വഴിയാണ് താഷ്കൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ നേതാവായിരുന്ന MN റായിയുടെ ആഭിമുഖ്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം രൂപീകരിക്കുന്നത്. 7 ആളുകൾ മാത്രമാണ് അന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചിരുന്നത്. തുടർന്ന് ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം സജീവമായി. ബോംബെയിൽ SA ഡാങ്കയുടെ നേതൃത്വത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് പ്രവർത്തിച്ചു വന്നത്. കൽക്കത്തയിൽ മുസഫർ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, ലാഹോറിൽ ഗുലാം ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, മദിരാശിയിൽ ശിങ്കാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും വളരെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ബനാറസിൽ ഷൗക്കത്ത് ഉസ്മാനിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് പ്രവർത്തിച്ചിരുന്നത്. പത്രങ്ങളും വാരികകളും മാസികകളുമൊക്കെ അവർ പ്രസിദ്ധീകരിച്ചു. തുടർന്നാണ് ഈ എല്ലാ ഗ്രൂപ്പുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലയിൽ 1925 ഡിസംബർ 25 മുതൽ 28 വരെ തീയതികളിൽ കാൺപൂരിൽ വെച്ച് യോഗം ചേർന്നത്. കാൺപൂരിലെ യോഗം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രം ബോംബെ ആകണമെന്നും നിശ്ചയിച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ മേധാവികളെ അങ്കലാപ്പിലാക്കി. ഒന്നിനു പുറകെ ഒന്നായി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരായി അവർ ഗൂഢാലോചന കേസുകളെടുത്തു. ആദ്യത്തെ കേസ് 1922-24 കാലത്ത് പെഷവാർ ഗൂഢാലോചന കേസ്. രണ്ടാമത്തത് കാൺപൂർ ഗൂഢാലോചന കേസാണ്. 1924 ആ കേസെടുത്തത്. പിന്നീട് മീററ്റ് ഗൂഢാലോചന കേസ് 1929-33 കാലത്ത്. ഈ മീററ്റ് ഗൂഢാലോചന കേസ് നടക്കുന്ന കാലത്താണ് 1930 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കർമ്മപരിപാടി അവർ രൂപം നൽകി. മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ എന്തെന്ന് നിർവചിക്കുന്ന ആദ്യത്തെ രേഖയായിരുന്നു 1930 കർമ്മപരിപാടി. ഈ ഗൂഢാലോചന കേസ് തന്നെ കോടതി വേദികളെ അവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരവേലയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. മീററ്റ് ഗൂഢാലോചന കേസിലെ പ്രതികൾ നടത്തിയ പ്രസ്താവന രാജ്യത്താകെ പിന്നീട് പ്രചരിപ്പിക്കുകയുണ്ടായി. മീററ്റ് ഗൂഢാലോചന കേസ് കഴിഞ്ഞ് 1933 ഡിസംബർ മാസത്തിൽ കൽക്കത്തയിൽ വെച്ച് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നു. 1930 അംഗീകരിച്ച രേഖ തന്നെ അത്യാവശ്യം തിരുത്തൽ വരുത്തി.
അതുമാത്രവുമല്ല, ഒരു താൽക്കാലിക കേന്ദ്ര കമ്മിറ്റിക്കും അത് രൂപം നൽകി. ഈ രേഖ 1934 ജൂലൈ മാസത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ പ്രസിദ്ധീകരണമായ ഇംപ്രക്കോറിൽ പ്രസിദ്ധം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഫിലിയേറ്റ് ചെയ്യുന്നതായി കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ തീരുമാനിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1943 മെയ് ജൂൺ സമയത്താണ്. ബോംബെയിലാണ് ചേർന്നത്. രണ്ടാമത്തെ കോൺഗ്രസ് 1948 ഫെബ്രുവരി അവസാനം തുടങ്ങി മാർച്ച് ആദ്യം അവസാനിക്കുകയാണ്. ഇക്കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതത്തിൽ വലിയ സംഭാവന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ദിശാബോധം നൽകാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്നത് 1920. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ 36ാം സമ്മേളനം ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ ചേർന്നു. ആ സമ്മേളനത്തിൽ താഷ്കൻഡ് യോഗത്തിൽ സംബന്ധിച്ച MN റായിയും അബനി മുഖർജിയും ഒരു രേഖ തയ്യാറാക്കി അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം അവിടെ 2 പ്രതിനിധികൾ, മൗലാന ഹസ്രത്ത് മൊഹാനിയും അതുപോലെ സ്വാമി കുമാരാനന്ദയും ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയമാണ്. ആ പ്രമേയം അവിടെ ചർച്ചയ്ക്ക് വിധേയമായി. മഹാത്മാഗാന്ധിയാണ് അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. അപക്വമാണ്, അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നു. ആ പ്രമേയം പാസ്സായില്ല. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുമാത്രമല്ല, വെള്ളക്കാർ പോയി കറുത്ത വർഗ്ഗക്കാർ വരുന്നു എന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവില്ല. ഈ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് ഒരു സാമ്പത്തികമായ, സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാംസ്കാരികമായ ഒരു ഉള്ളടക്കമുണ്ടായിരിക്കണം. പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം സമീപനം. ഈ കാര്യവും കമ്മ്യൂണിസ്റ്റുകൾ അക്കാലത്ത് തന്നെ ഉന്നയിക്കുകയുണ്ടായി. 1921 വിതരണം ചെയ്ത രേഖയിലും 1922 കോൺഗ്രസിൻ്റെ സമ്മേളനം ഗയയിൽ വെച്ചാണ് ചേർന്നത്. അവിടെയും സമാനമായ രേഖ വിതരണം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകൾ തയ്യാറായി. പിന്നീട് ഗൗഹത്തിയിൽ ചേർന്ന യോഗത്തിലും അതുപോലെയുള്ള രേഖ വിതരണം ചെയ്യുകയുണ്ടായി. ഇതുമാത്രമല്ല, ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഒരുപിടി ബുദ്ധിജീവികൾ മാത്രമാണ് ഒതുക്കി നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാവില്ല. ഈ സ്വാതന്ത്ര്യ സമരം എന്നത് ഒരു ജനകീയ സമരമാവണം. തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, കൃഷിക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, മറ്റ് ജനവിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങളിലൂടെ അവരെ സംഘടിതരാക്കാനാവണം, അവരെ അവകാശബോധമുള്ളവരാക്കാനാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അവരെ അണിനിരത്താൻ കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരം വിശാലമായ ജനങ്ങളുടെ ഐക്യത്തെ ആസ്പദമാക്കിയ ഒന്നാവുന്നത്, നമുക്ക് നേടാനാവുക എന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമവിരുദ്ധമാണ്. പരസ്യമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അക്കാലത്ത് പരസ്യപ്രവർത്തനത്തിനുള്ള ഒരു പൊതുവേദി സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. തൊഴിലാളി കർഷക പാർട്ടി എന്ന പേരിൽ പല പ്രവിശ്യകളിലും കമ്മ്യൂണിസ്റ്റുകൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്താൻ തയ്യാറായി. ആദ്യം ബംഗാളിലാണ് ഈ യൂണിറ്റ് സംഘടിപ്പിച്ചത്. പിന്നീട് ബോംബെയിൽ സംഘടിപ്പിച്ചു. പഞ്ചാബിലും യുണൈറ്റഡ് പ്രോവിൻസിലും തൊഴിലാളി കർഷക പാർട്ടികളുടെ യൂണിറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലാളി സംഘടനകളും കൃഷിക്കാരുടെ സംഘടനകളും സജീവമാവാൻ തുടങ്ങി. ഈ സംഘടനകളെ
അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർത്ത് സംഘടിപ്പിച്ചത് 1936 കിസാൻ സഭ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളത് ലക്നൗവിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ രൂപീകരിക്കപ്പെട്ടു. അക്കൊല്ലം തന്നെ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ രൂപീകരിച്ചു. അതുപോലെ പുരോഗമന കലാസാഹിത്യകാരന്മാരുടെ സംഘടന അത് 1943 രൂപീകരിക്കുന്നത്. ഇക്കാലത്ത് കാർഷിക വിപ്ലവത്തിൻ്റെ പ്രാധാന്യം കമ്മ്യൂണിസ്റ്റുകൾ മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി. മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ കൃഷിയാണ് ഉപജീവനമാർഗം. ആ നിലയിൽ കാർഷിക രംഗത്തെ ഒരു വലിയ പുരോഗതി കൊണ്ട് മാത്രമേ ഇന്ത്യക്ക് സമഗ്രമായ പുരോഗതി വികാസം നേടാനാവൂ. കാർഷിക വിപ്ലവം മുമ്പോട്ട് കൊണ്ടുപോകാനാവണം. ആ പ്രശ്നം ഇക്കാലത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിഞ്ഞു. അതുപോലെ ജാതി മേധാവിത്വമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചൂഷണം സമൂഹത്തിൽ നടക്കുന്നു. ഇത് ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രശ്നം മാത്രമല്ല. ജാതി മേധാവിത്വവും ജാതി മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചൂഷണവും നാട്ടുവാഴ്ത്തി വ്യവസ്ഥയുടെ ഭാഗമാണ്. നാട്ടുവാഴ്ത്ത വ്യവസ്ഥ മാറുന്നത് കൊണ്ട് മാത്രമേ ജാതി മേധാവിത്വവും ചൂഷണവും അവസാനിപ്പിക്കാനാവൂ. ആ നിലയിൽ ഒരു പുതിയ കാഴ്ചപ്പാട് ജാതി മേധാവിത്വം സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. 1930 കർമ്മ പരിപാടിയിൽ ഇക്കാര്യങ്ങൾ വിശദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാമർശിക്കുകയുണ്ടായി. അതുപോലെ ലോകത്താകെ നടക്കുന്ന സംഭവ വികാസങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ തുടർച്ചയായി പ്രതികരിച്ചു വന്നു. വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ മുമ്പോട്ട് വന്നു. 1939 രണ്ടാമത്തെ ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ രണ്ട് ചേരിയായി നിന്നുകൊണ്ട് ലോകത്തെ വീണ്ടും വിഭജിക്കുന്നതിന് നടത്തിയ യുദ്ധമാണ്. ഈ യുദ്ധത്തെ എതിർക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ തീരുമാനിച്ചു. 1940 ഇന്ത്യയിലെ വിവിധ പട്ടണപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ സാമ്രാജ്യത്വ യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പൊതുസ്വഭാവത്തിൻ്റെ ഒരു മാറ്റമുണ്ടായി. ആ മാറ്റമുണ്ടാവുന്നത് 1941 41 ജൂൺ 22 ജർമ്മൻ സേന സോവിയറ്റ് യൂണിയനിലേക്ക് ഇരമ്പിക്കയറി. സോവിയറ്റ് യൂണിയനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമവുമായിട്ടാണ് നാസിപ്പട നീങ്ങിയത്. ഇതോടെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പ്രഖ്യാപിച്ചു നാസിസത്തിനെതിരായി, ഫാസിസത്തിനെതിരായ വിശാലമായ ഒരു ജനകീയ മുന്നണി ലോകത്താകെ ഉയർന്നു വരണം. ജർമ്മനിയുടെ, ഇറ്റലിയുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനാവണം. അത്തരം സമീപനം 1942 ആരംഭകാലത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും ഇത് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ നിലപാട് ശരിയായിരുന്നു. എന്നാൽ ഇതോടൊപ്പം 42-43 കാലത്ത് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ കുറെ കൂടി ശക്തിയായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പിൽക്കാലത്ത് സ്വയം വിമർശനപരമായി വിലയിരുത്തിയിട്ടുണ്ട്. സാർവദേശീയ രംഗത്തെ വൈരുദ്ധ്യങ്ങളെ ദേശീയ രംഗത്തെ വൈരുദ്ധ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ ഉണ്ടായ ചില തെറ്റായ ധാരണകളാണ് അതിന് ഇടവരുത്തിയത്. എന്നാലും ഇക്കാലത്ത് ജനങ്ങളോടൊപ്പം നിന്ന് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചത്. കടുത്ത ക്ഷാമമുണ്ടായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ. 10,000-കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു. അവർക്ക് സഹായമായി കമ്മ്യൂണിസ്റ്റുകൾ മുമ്പോട്ട് വന്നു. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനാവശ്യമായ കർമ്മ പരിപാടികളുമായി കമ്മ്യൂണിസ്റ്റുകൾ ജനങ്ങളുടെ ഇടയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു. അതുപോലെ അന്ന് മസൂരി രോഗം, പ്ലേഗ്, വിഷൂചിക, കോളറ ഇവയെല്ലാം വളരെ വ്യാപകമായി ഉണ്ടായി. ഇതിനെതിരായി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ മുമ്പോട്ട് വന്നു. പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകൾ വളരെ സജീവമായി. ഈ നിലയിൽ ഇക്കാലത്തെ എല്ലാ പ്രശ്നങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോടൊപ്പമായിരുന്നു. അതുമാത്രമല്ല,
ഇക്കാലത്ത് വമ്പിച്ച ബഹുജന സമരങ്ങൾ അതിന് കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകി. 1946, 47, 48 കാലത്ത് വലിയ സമരങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നു. ബംഗാളിലെ തേഭാഗ സമരം കുടിയാന്മാരുടെ സമരമാണ്, ജന്മിമാർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, കമ്മ്യൂണിസ്റ്റുകളാണിത് നയിച്ചത്. അതുപോലെ ബീഹാറിലെ ബാകാഷ്ട് സമരം അവിടുത്തെ കുടിയാന്മാർ ജന്മിമാർക്കെതിരായി നടത്തിയ ഉജ്ജ്വലമായ സമരമാണ്. ഇന്നിപ്പോൾ ബംഗ്ലാദേശുണ്ട്, ആസാമുണ്ട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സുർമ വാലി, അവിടുത്തെയും കുടിയാന്മാർ ജന്മികൾക്കെതിരായി തീഷ്ണമായ സമരത്തിൽ അക്കാലത്ത് ഏർപ്പെടുകയുണ്ടായി. അതിനും നേതൃത്വം വഹിച്ചത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഔധയിലെ കൃഷിക്കാരുടെ സമരം, പഞ്ചാബിലെ കൃഷിക്കാരുടെ സമരം, ജമ്മു കാശ്മീരിലെ കൃഷിക്കാരുടെ സമരം, മഹാരാഷ്ട്രയിലെ ആദിവാസികൾ വർലി അവിടുത്തെ കൃഷിക്കാരുടെ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മുൻപന്തിയിൽ. അതുപോലെ കേരളത്തിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന കുടിയാന്മാരുടെ സമരങ്ങൾ, കർഷക ജനവിഭാഗങ്ങളുടെ സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവമായ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ സമരങ്ങൾ നടന്നത്. അതുപോലെ നടന്ന ഏറ്റവും ഉജ്ജ്വലമായ തെലുങ്കാന സായുധ സമരം ആയുധമെടുത്തുകൊണ്ട് കർഷക ജനവിഭാഗങ്ങൾ നടത്തിയ സമരമാണ്. ആ സമരത്തിലും കമ്മ്യൂണിസ്റ്റുകൾ വളരെ സജീവമായി നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചു. ത്രിപുരയിൽ അവിടുത്തെ ആദിവാസി ജനവിഭാഗങ്ങൾ രാജാധിപത്യത്തിനും ജന്മികളുടെ ആധിപത്യത്തിനുമെതിരായി നടത്തിയ സായുധമായ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ നേതാവായിരുന്നു പിൽക്കാലത്ത് ത്രിപുരയിലെ മുഖ്യമന്ത്രിയായ ദശരഥ് ദേവ്. അതുപോലെ പുന്നപ്ര വേലാർ സമരം ഈ കാലഘട്ടത്തിലാണ്, 44, 45 കാലഘട്ടത്തിലാണ് നാവിക കലാപമുണ്ടാവുന്നത്. നാവികർ ബ്രിട്ടീഷുകാരുടെ യൂണിയൻ ജാക്ക് പതാക താഴോട്ട് വലിച്ച് ഇറക്കി അവിടെ ചെങ്കുടിയും ത്രിവർണ്ണ പതാകയും മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയും ഉയർത്തിക്കും. ഈ സമരത്തിന് അനുകൂലമായി രാജ്യവ്യാപകമായ തൊഴിലാളികളുടെ പണിമുടക്കം നടന്നു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികളുടെ സമരങ്ങൾ വിവിധ പട്ടണങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങളിലെല്ലാം ഏറ്റവും സജീവമായ പങ്കാണ് കമ്മ്യൂണിസ്റ്റുകൾ നിർവഹിച്ചത്. 42, 43 കാലത്തെ ചെറിയ പോരായ്മകൾക്ക് ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഇടപെടലുകളിലൂടെ, ജനകീയ സമരങ്ങളിലൂടെ പരിഹാരം കാണാനും ജനങ്ങളുടെ പ്രസ്ഥാനം എന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പോട്ട് കടന്നു വരാനും കഴിഞ്ഞു. 1947 ആഗസ്റ്റ് 15 വെള്ളക്കാർ വിട്ടുപോയത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സ്വാതന്ത്ര്യപ്രാപ്തി പിന്നീട് ഇന്ത്യയിൽ വന്ന ഭരണം ഒട്ടേറെ പുതിയ വിഷയങ്ങളെ കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. എന്താ ഈ പുതിയ ഭരണത്തിൻ്റെ സ്വഭാവം? യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? പാവ ഗവൺമെൻറ്റാണോ ഇന്നിപ്പോൾ അധികാരത്തിലിരിക്കുന്നത്? ഈ പുതിയ ഭരണവർഗങ്ങൾ അവരുടെ സ്വഭാവം എന്താണ്? അവരെ നമുക്ക് സഹായികളായി കാണാനാവുമോ? അതുപോലെ ഇന്നത്തെ ഭരണകൂടത്തെ മാറ്റി തീർക്കുന്നതിന് എന്താ മാർഗം? സായുധമായ സമരം മാത്രമാണോ ഏകമാർഗം? റഷ്യൻ വിപ്ലവ രീതിയാണോ ഇന്ത്യക്ക് മാതൃക? അതോ ചൈന വിപ്ലവ രീതിയാണോ ഇന്ത്യക്ക് മാതൃക? ഇന്ത്യയിലെ തനത് വിപ്ലവ സമീപനം ഏതാണ്? ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉയർന്നു വന്നു. വ്യത്യസ്ത ആശയഗതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റുമുട്ടി. അതുമാത്രമല്ല, അക്കാലത്താണ് സ്വതന്ത്രമായ സാമ്രാജ്യവിരുദ്ധ സ്വഭാവമുള്ള ഒരു വിദേശ നയം അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. ആവടി കോൺഗ്രസ്സിൽ വെച്ച് സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള ഒരു സമൂഹ സൃഷ്ടിയെപ്പറ്റി പ്രമേയം പാസാക്കി. അതുമാത്രവുമല്ല, സാമ്പത്തിക വിഷയങ്ങളിൽ ആസൂത്രണം നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികളുമായി ഗവൺമെൻറ് മുമ്പോട്ട് വന്നു. ഇവയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പങ്ങളെ വളർത്തുകയാണ് ചെയ്തത്. ഇവയ്ക്ക് പരിഹാരമുണ്ടാവുന്നത് 1964 മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മാർക്സിസം
ഇന്ത്യയിൽ പ്രയോഗിച്ച അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ കടമ നിർവചിക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടി 1964 കൽക്കത്തയിൽ ചേർന്ന പാർട്ടിയുടെ 7ാം കോൺഗ്രസ് അംഗീകരിച്ചു. ആ പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന തരത്തിൽ പുനഃസംഘടിപ്പിച്ച് പ്രവർത്തനം നടത്തി. ആ നിലയിൽ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി കടമകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഈ നാട്ടിലെ സാധാരണക്കാർ, കർഷക തൊഴിലാളികൾ, ചെറുകിട ഇടത്തരക്കാരായ കൃഷിക്കാർ, തൊഴിലാളികൾ, അതുപോലെ പണിയെടുക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ, ഇവരുടെ സാമ്പത്തിക വിഷയങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ രാജ്യത്തിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു നേട്ടം. അതുപോലെ അതിൻ്റെ ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങൾ ഇക്കാലത്താകെ വിവിധ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പുകളിൽ 3 സംസ്ഥാനങ്ങളിൽ, ഒരിക്കൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തനിച്ചും, പിന്നെ ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റ് ഇടത് കക്ഷികളും ഇടത് ജനാധിപത്യ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് ഉള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നു. 1957 ഏപ്രിൽ 5-നാണ് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ ഗവൺമെൻറ് രൂപീകരിച്ചത്. ആ ഗവൺമെൻറ്റിനെ 1959 അട്ടിമറിച്ചു. പിന്നീട് 1967-69 കാലത്ത്, 80-81 കാലത്ത്, 87-91 കാലത്ത്, 96-2001, 2006-2011, ഇന്നിപ്പോൾ 2016 അധികാരമേറ്റ ഗവൺമെൻറ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 7 തവണ ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേതൃത്വമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ ഭരിച്ചു എന്നതാണ്. ബംഗാളിൽ 1967-69 കാലത്ത്, 69-70 കാലത്ത്, അതുപോലെ 1977 മുതൽ 2011 വരെ 34 കൊല്ലം തുടർച്ചയായി ഗവൺമെൻറ്റിൽ തുടർന്നു. ത്രിപുരയിൽ 1978-ലാണ് 88 വരെ തുടർന്നു. 5 കൊല്ലക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം 1993 മുതൽ 2018 വരെ കമ്മ്യൂണിസ്റ്റുകൾക്ക് നേതൃത്വമുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു ത്രിപുരയിൽ. ഈ ഗവൺമെൻറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്ന എല്ലാ പരിപാടികളും നടപ്പിലാക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റുകളല്ല. ഒട്ടേറെ പരിമിതികളുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പരിമിതിയുണ്ട്, വിവിധ നിയമങ്ങളുടെ പരിമിതിയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന നയങ്ങളുടെ സ്വാധീനശക്തിയുടെ പരിമിതിയുണ്ട്. എന്നിരുന്നാലും ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സാമാന്യ ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ബദൽ നയങ്ങൾ നടപ്പിലാക്കാൻ പരമാവധി ഈ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചു. ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ്റുകൾ പരമാവധി ശ്രമിക്കുകയുണ്ടായി. പരമാവധി ആശ്വാസം നൽകാനുള്ള നടപടികൾ ഈ ഗവൺമെൻറ്റുകൾ എടുത്തു. ഈ ഗവൺമെൻറ്റുകൾ, ഈ 3 ഗവൺമെൻറ്റുകളും ഭൂപരിഷ്കാര നടപടികൾ ഈ 3 സംസ്ഥാനങ്ങളിലും ഭരണഘടനയുടെ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് പരമാവധി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം ജനാധിപത്യവൽക്കരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. പൊതുവിതരണ സമ്പ്രദായം വിപുലമാക്കി. പാർപ്പിട സൗകര്യമില്ലാത്ത ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായ നടപടികളുണ്ടായി. അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ചുള്ള നടപടികൾ ഈ ഗവൺമെൻറ്റുകൾ എടുക്കാൻ തയ്യാറായി. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ വിവിധ വർഗങ്ങളുടെ, ജനവിഭാഗങ്ങളുടെ സംഘടനകൾ, ആ സംഘടനകളുടെ
ജനാധിപത്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ നടപടികളെടുക്കൂ എന്നതാണ് വളരെ പ്രധാനം. ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭ സമരങ്ങൾ നടത്താനും അതുവഴി രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് ഒരു അളവോളം നീതിപൂർവം വിതരണം ചെയ്യുന്നതിന് ഈ ബഹുജന സംഘടനകളെ പ്രാപ്തമാക്കി തീർത്തു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക വ്യാവസായിക മേഖലകളിലും മറ്റ് ബൂർഷ്വാ ഭൂപ്രഭു ഗവൺമെൻറ്റുകളുടെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പരിഹാരം കാണുക എന്നതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പുതിയ ബദൽ സമീപനം സ്വീകരിക്കാൻ തയ്യാറായി. അതിവിപുലമായ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഈ 3 ഗവൺമെൻറ്റുകളും ബുദ്ധിമുട്ടും ക്ലേശവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകാനും തയ്യാറായി. ഭാഷാപരമായ സംസ്ഥാനം രൂപീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടപെടൽ വളരെ പ്രധാനമായിരുന്നു. ജനങ്ങളുടെ ജനാധിപത്യാവകാശങ്ങളും പൗരാവകാശങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിരന്തരമായ സമരത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ ഇക്കാലത്താകെ. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിൽ ജനങ്ങളുടെ ഐക്യം, രാജ്യത്തിൻ്റെ ഐക്യം സംരക്ഷിക്കുന്നതിന് പരമപ്രധാനമാണ്. അക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ 100 കൊല്ലക്കാലവും നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു പോകുന്നത്. അതുപോലെ ദളിത് വിഭാഗങ്ങളുണ്ട്, ആദിവാസി ജനവിഭാഗങ്ങളുണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്. ഇവരുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എപ്പോഴും മുൻനിന്നിട്ടുള്ളത്. ലിംഗനീതിക്ക് വേണ്ടി, സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഉറച്ച സാമ്രാജ്യവിരുദ്ധ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പരിസ്ഥിതി പ്രശ്നം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആഗോള താപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ വർത്തമാന താൽപ്പര്യങ്ങളുടെയും ഭാവികാല താൽപ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രകൃതിയിൽ ഇടപെടൽ നടത്തുന്നതിന് ശാസ്ത്രീയമായ സമീപനത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ശാസ്ത്രബോധം, യുക്തി, ഉറച്ച നിലപാടാണ് ഇക്കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ജനകീയ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലും കമ്മ്യൂണിസ്റ്റുകാർ വളരെ സമർത്ഥമായി നമ്മുടെ സമൂഹത്തിൽ ഇടപെടുകയുണ്ടായി. അതുപോലെ 1990കളിലാണ് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ തുടങ്ങിയത്. അത് എല്ലാ ബൂർഷ്വാ ഭൂപ്രഭു രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ രാജ്യത്ത് അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനെ എതിർക്കാൻ തയ്യാറായത്. ജനവിരുദ്ധമാണ്, രാജ്യത്തിലെ പ്രശ്നങ്ങളെ മൂർച്ഛിപ്പിക്കാൻ മാത്രമാണ് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്ക് കഴിയുക എന്നത് ജനങ്ങളുടെ മുമ്പിൽ ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഈ കാലത്താകെ സ്വതന്ത്രമായ പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം ഈ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മുടെ രാജ്യം നേരിടുന്നത്. ബൂർഷ്വാ ഭൂപ്രഭു ഭരണമാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലത്താകെ തുടർന്നു വന്നതെങ്കിലും ക്രിയാത്മകമായ ചില വശങ്ങൾ സാമ്രാജ്യവിരുദ്ധ സമരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണത്തിലുണ്ടായിരുന്നു. ഇന്ന് BJP ഭരണം ക്രിയാത്മകമായ എല്ലാത്തിനെയും അട്ടിമറിച്ചിരിക്കുകയാണ്. പൊതുമേഖലകളാകെ കോർപ്പറേറ്റുകൾ കൈവശപ്പെടുത്തി, പ്രകൃതി സമ്പത്താകെ കോർപ്പറേറ്റുകൾ കൈവശപ്പെടുത്തി ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഭരണഘടനയും എല്ലാം അട്ടിമറിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ അമേരിക്കയുടെ ആശ്രിത രാജ്യമാക്കി ഇന്ന് മാറ്റി തീർത്തിരിക്കുകയാണ്. ഇതിനൊക്കെ എതിരായ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാർക്സിസം ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള ശ്രമമാണ് ഈ 100 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അക്കാര്യത്തിൽ നേട്ടങ്ങളുണ്ടായി. ഈ അനുഭവങ്ങളെയാകെ വിലയിരുത്തിക്കൊണ്ട് എവിടെയെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അവയ്ക്കാകെ പരിഹാരം കാണാനുള്ള ഒരു പരിശോധനയും ഇക്കാലത്ത് നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ശരിയായ ഒരു സമീപനമാണ് ഈ 100 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു പോകുന്നത്. ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ആ നിലയിൽ നിർവഹിക്കാൻ കഴിഞ്ഞത്. തുടർന്നും ജനങ്ങളുടെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അഭിവാദനങ്ങൾ.